കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 20. രചന ദിവ്യ ജി കെ. അവതരണം നീള. ഹേമ റോസ്മോളെ വാരിയെടുത്ത് ആകാംക്ഷയോടെ ഓടിച്ചെന്ന് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന നന്ദഗോപന്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും കണ്ട് പേടിയോടെ അവളുടെ കാലുകൾ പിന്നോട്ടു നീങ്ങി തല നിവർത്തി നോക്കാൻ കഴിയാത്ത വിധം മുഖം കുനിഞ്ഞുപോയി. അവളെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ടായിട്ടും നന്ദന്റെ വാക്കുകളുടെ ശക്തിയിൽ ആരും ഒന്നും പറയാതെ അവൾ എന്ന ഒരാൾ കൂടി അവിടെ നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ അവളെ കടന്ന് അകത്തേക്ക് കയറി. നന്ദൻ കാലുകൾ ഇടറിയിട്ടും നെഞ്ചിൽ വേദന നിറഞ്ഞിട്ടും യാന്ത്രികമായി അതിവേഗം ഫ്രഷായി പുറത്തിറങ്ങി അത്യാവശ്യം നല്ലൊരു മുണ്ടും ഷർട്ടും ധരിച്ച് ജെല്ല് തേച്ച് മുടി ഒതുക്കി പെർഫ്യൂം അടിച്ച് കണ്ണാടിയിലേക്ക് നോക്കി ആലോചനയോടെ നിന്നു. ഹേമയുടെ അത്രയും നിറമില്ലെങ്കിലും ആരും കുറ്റം പറയാത്ത വിധം താൻ സുന്ദരൻ തന്നെയാണ്. മോശം സ്വഭാവങ്ങൾ ഒന്നുമേയില്ല. ഇത്രയും കാലവും അവളെയും കുഞ്ഞിനെയും നല്ലതുപോലെ തന്നെയാണ് നോക്കിയത്. എന്നിട്ടും എനിക്ക് ജീവിതമില്ല. നിറയാൻ വന്ന കണ്ണു തുടച്ചിട്ട് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ഞാനെന്തിനു കരയണം? എന്നെ നഷ്ടപ്പെടുത്തിയ അവൾ വിഡ്ഢിയാണ്. ഞാൻ കരയേണ്ട ആവശ്യമില്ല. അവൾ വിചാരിച്ചാൽ നശിച്ചു പോകുന്നതല്ല നന്ദഗോപന്റെ ജീവിതം. ഭാര്യ നഷ്ടപ്പെട്ടെന്ന് കരുതി ആരുടെയും ജീവിതം അങ്ങനെയങ്ങ് നശിച്ചു പോകില്ല. സ്വയം സ്നേഹിച്ച് സ്വന്തം ഇഷ്ടങ്ങളെ താലോലിച്ച് ജീവിക്കാൻ പഠിച്ചാൽ ഒറ്റയ്ക്കുള്ള ജീവിതവും സുന്ദരം തന്നെയാണ്. റോസ്മോളെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ കൺകോണിൽ നീറ് നിറഞ്ഞു. റോസ്മോള് എൻ്റെ അല്ല, അന്യന്റെ കുട്ടിയാണ്. മോളെ ഓർത്ത് കരയാൻ പാടില്ല. മോളുടെ ഓർമ്മകളിൽ പോലും ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. എൻ്റെ ഓർമ്മകളിൽ ഇനി മോളും ഉണ്ടാവരുത്. അവർ രണ്ടുപേരും എൻ്റെ ആരുമല്ല. പാതി വഴിയിൽ ബസ്സിൽ കയറിയിട്ട് ഇറങ്ങിപ്പോയ 2 യാത്രക്കാർ മാത്രമാണവർ. ഒരുവിധം മനസ്സിന് ബലം നൽകി പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോൾ സ്വതവേയുള്ള പുഞ്ചിരി ചുണ്ടത്തൊട്ടിച്ചു വെച്ചിരുന്നു. ഹേമ അവരെല്ലാവരും വന്നതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഡോറടച്ച് സ്വന്തം മുറിയിൽ കയറി ഇരുപ്പുറപ്പിച്ചു. പണ്ടൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ താഴെ വെക്കാതെ എല്ലാവരും കൂടി നോക്കുമായിരുന്നു. ഇപ്പോൾ ആരും കുഞ്ഞിനെ കൂടി ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഹേമയുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും കടന്നു വന്നില്ല. എത്രയും വേഗം റിച്ചുവിന്റെ കൂടെ പോകണമെന്ന ആഗ്രഹം മാത്രമാണ്. പുറത്തിറങ്ങിയ നന്ദഗോപൻ ലിവിംഗ് റൂമിലിരിക്കുന്ന സ്വന്തം വീട്ടുകാരെയും അവരുടെ കണ്ണിലെ വേദനയും കണ്ടതും ഒന്നും സംഭവിക്കാത്തതുപോലെ ചോദിച്ചു, ഇതെന്താണ് പതിവില്ലാതെ എല്ലാവരും കൂടി രാവിലെ ഇങ്ങ് വന്നത്? എൻ്റെ മോൻ്റെ അടുത്ത് വരാൻ ഞാൻ സമയം നോക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്കെല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ തോന്നിയതും ഞങ്ങളിങ്ങ് വന്നു. എന്തേ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അമ്മയുടെ പരിഭവത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ ഒരു പുഞ്ചിരിയോടെ മുണ്ടൊതുക്കി പിടിച്ച് സെറ്റിയിലേക്ക് നിവർന്നിരുന്നു നന്ദൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടെ അരങ്ങേറുന്ന നാടകത്തിൽ നിങ്ങൾക്കാർക്കും പങ്കുണ്ടാകരുത്. കാഴ്ചക്കാരെ പോലെ നോക്കിയിരിക്കുന്നതല്ലാതെ ആരും ഒരു വാക്കു മിണ്ടുകയോ അവളെയും കുഞ്ഞിനെയും ഒന്നും പറയുകയോ ചെയ്യരുത്. പറ്റുമെങ്കിൽ എല്ലാവരും കൂടി നല്ലൊരു സദ്യ ഒരുക്ക്. സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. മോനെ, നിന്റെ നെഞ്ചു പൊട്ടിയിട്ടും നീ എന്തൊക്കെയാണ് പറയുന്നത്? അച്ഛൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? എനിക്കൊരു നെഞ്ചുപൊട്ടലുമില്ല. വലിയ ആഘോഷത്തോടെ സദ്യയൊക്കെ കഴിച്ചല്ലേ അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അതുപോലെ സദ്യ കഴിച്ച് എനിക്ക് ആഘോഷിക്കണം. എനിക്കൊട്ടും സങ്കടമില്ല. അവളും കാമുകനും കൂടി ചേർന്ന് എന്നെ കൊന്നില്ലല്ലോ, എന്നെ മോശക്കാരനാക്കിയില്ലല്ലോ. ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ. അതിന് ഞാൻ ദൈവത്തിനോടും അവളോടും നന്ദി പറയുന്നുണ്ട്. ഇത്രയും വേഗം എല്ലാം കലങ്ങിത്തെളിഞ്ഞത് നല്ല കാര്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ശരിയാക്കാൻ എനിക്ക് ഇത്രയും നാളുകളും കൂടി കിട്ടി. സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും നല്ലത് തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നന്ദഗോപൻ പറഞ്ഞു നിർത്തിയിട്ട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയപ്പോൾ അച്ഛൻ ഭാര്യയോടും 2 പെൺമക്കളോടും പറഞ്ഞു, അവൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി സംസാരവും സങ്കടവും ഒന്നും വേണ്ട. നമ്മളായി നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ ഒരു വിധി വിധിച്ചു. ഇനി അവന്റെ സന്തോഷം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ എഴുന്നേറ്റ് വാ, നമുക്ക് നല്ലൊരു സദ്യ ഉണ്ടാക്കാം. അടപ്പായസവും സാമ്പാറും ഞാൻ വെച്ച് തരാം. അച്ഛന്റെ പുറകെ അമ്മയും ചേച്ചിമാരും പോകുന്നത് നോക്കിയിട്ട് നന്ദൻ പറഞ്ഞു, ഇഞ്ചിക്കറി വെക്കാൻ മറക്കരുത്. പിന്നെ ഇവിടുത്തെ സംസാരത്തിലേക്ക് ആരും ശ്രദ്ധിക്കാൻ വരരുത്.
അത്രയും പറഞ്ഞ് അവർ പോകുന്നതും നോക്കിയിരുന്നപ്പോഴാണ് പുറത്തു പിന്നെയും കോളിംഗ് ബെൽ അടിച്ചത്. എല്ലാവരുടെയും കാലുകൾ ആ ഒരു ബെല്ലിൽ മുന്നോട്ട് നടക്കാൻ കഴിയാത്ത വിധം നിലച്ചെങ്കിലും നന്ദഗോപന്റെ വാക്കുകൾ ഓർത്തപ്പോൾ തിരിഞ്ഞു നോക്കാതെ അവർ നാലുപേരും അടുക്കളയിലേക്ക് തന്നെ പോയി. ഉള്ളു പിടച്ചിട്ടും അത് പുറത്തു കാണിക്കാതെ, ഗൗരവഭാവം വെടിയാതെ നന്ദൻ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ സുന്ദരനായ ചെറുപ്പക്കാരൻ നിൽക്കുന്നത് കണ്ട് അത് ഹേമയുടെ ആളാണെന്ന് ഫേസ്ബുക്കിൽ കണ്ട ഓർമ്മയിൽ നന്ദൻ ഉറപ്പിച്ചു. ഫേസ്ബുക്കിൽ കണ്ട ഫോട്ടോയിലുള്ളതിനേക്കാൾ ഒരുപാട് സുന്ദരനാണ്. ഒതുങ്ങിയ ശരീരവും അത്യാവശ്യം ഉയരവും വെളുത്ത നിറവും കട്ടിമീശയും ഒക്കെ ഉണ്ടെങ്കിലും അവനെ കണ്ടാൽ ഒരു കൊച്ചു ചെറുക്കനെ പോലെ തോന്നി. അവന് റോസ്മോളുടെ നല്ല ചായയുണ്ടായിരുന്നു. അവനൊന്ന് മുരടനനക്കിയതും ചിന്തകളിൽ നിന്നും പെട്ടെന്നുണർന്ന് നന്ദൻ ചോദിച്ചു, റിച്ചു അല്ലേ? അതെ, അവളെയും മോളെയും കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. സിറ്റൗട്ടിലെ കസേരയിലേക്ക് ചൂണ്ടി നന്ദൻ പറഞ്ഞു. താൻ ഇരിക്ക്, ഞാൻ ഹേമയെ വിളിക്കാം. നന്ദൻ വിളിക്കാൻ തിരിഞ്ഞപ്പോൾ തന്നെ ജീവൻ കയ്യിൽ പിടിച്ചതുപോലെ ഹേമ വാതിലിലെത്തിയിരുന്നു. നന്ദന്റെ മുന്നിൽ കൂടി റിച്ചുവിന്റെ അടുത്തേക്ക് കാറ്റുപോലെ ഓടിയവളുടെ കയ്യിൽ നന്ദൻ ബലമായി പിടിച്ചു നിർത്തിയതും ആദ്യമായി നന്ദനെ ദഹിപ്പിക്കാൻ കഴിയുന്ന വിധം അഗ്നിയോടെ ഹേമ നന്ദന്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കിയതും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവളുടെ കയ്യിൽ ഒന്നുകൂടി മുറുകെ പിടിച്ചിട്ട് അവളുടെ കയ്യിൽ കിടന്ന തൻ്റെ പേര് കൊത്തിയ മോതിരം ഊരിയെടുത്ത് അവളെ ഒന്നുകൂടി അടുപ്പിച്ച് നിർത്തിയിട്ട് കഴുത്തിൽ കിടന്ന താലിമാലയും ഊരിയെടുത്തതിനു ശേഷം നന്ദൻ പറഞ്ഞു, ഇനി പൊയ്ക്കോ. നീ ഇതിനൊന്നും വില കൊടുത്തിരുന്നില്ലെങ്കിലും ഞാൻ ഇതിനൊക്കെ വലിയ വില കൊടുത്തിരുന്നു. ഞാൻ കെട്ടിയ താലിയുമിട്ട് നീ മറ്റൊരാളോട് ചേർന്ന് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇപ്പോൾ നീ സ്വതന്ത്രയാണ്. ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പുവെച്ചപ്പോൾ തന്നെ നീയിട്ട മോതിരവും മാലയും ഞാൻ ഊരി നിന്റെ വീട്ടുകാരെ ഏൽപ്പിച്ചിരുന്നു. ഇവന്റെ കൂടെ പോകുന്നതിന് മുന്നെയെങ്കിലും നീ എന്നെ ഇത് തിരികെ ഏൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. അവരെ രണ്ടുപേരെയും റിച്ചു കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു. നിറമാണെങ്കിലും സുന്ദരനായ, നല്ല ഉയരമുള്ള, ദുർമേധസ്സല്ലാത്ത ഉറച്ച ശരീരമുള്ള, കണ്ടാൽ തന്നെ വ്യക്തിത്വം തുളുമ്പി നിൽക്കുന്ന അതികായനായ ഒരുവൻ. നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല ജീവിത സാഹചര്യം, എല്ലാത്തിനുമുപരി സംസ്കാര സമ്പന്നൻ. ഹേമ ഇത്രയൊക്കെ ചെയ്തിട്ടും അവളെ മോശം പറയാതെ ഇത്രയും കാലവും നോക്കിയവൻ. തനിക്ക് പോലും ഇങ്ങനെയൊരു മനസ്സ് ഒരിക്കലും ഉണ്ടാവുകയില്ല. നന്ദനെ 2 നിമിഷം നോക്കി നിന്നിട്ട് ഹേമ റിച്ചുവിന്റെ നേരെ തിരിഞ്ഞപ്പോൾ നന്ദൻ പിന്നെയും പറഞ്ഞു, നിന്റെ കാലിൽ കിടക്കുന്ന പാദസരവും കയ്യിലും കാതിലും കിടക്കുന്ന ബാക്കി സ്വർണവും കൂടി ഊരി വെച്ചിട്ട് വേണം ഈ വീടിന്റെ പടിയിറങ്ങാൻ. ഇതൊക്കെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്തതാണ്. അതിന് മറ്റൊരാളുടെ ഭാര്യ ഇടുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്കത്ര വിശാലമായ മനസ്സുമില്ല. നിന്റെ വീട്ടുകാർ തന്ന സ്വർണം മുഴുവൻ അവരുടെ കടം തീർക്കാൻ കൊടുത്തത് മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? സ്ത്രീധനമായി ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ലെന്ന് അറിയാമല്ലോ അല്ലേ? ഹേമ നന്ദഗോപന്റെ വാക്കുകൾക്ക് തലയാട്ടിയിട്ട് കാതിൽ കിടന്ന കമ്മലും കയ്യിൽ കിടന്ന 6 വളയും 3 മോതിരവും കാലിലെ പാദസരവും ഊരി സിറ്റൗട്ടിലെ ടീപ്പോയുടെ മുകളിൽ വെച്ചതും അതെല്ലാം എടുത്ത് നന്ദൻ അകത്തേക്ക് നടക്കുന്നതിന് മുന്നേ പറഞ്ഞു, ഒരു ചടങ്ങ് കൂടിയുണ്ട്, ഞാൻ ഇപ്പോൾ വരാം. റിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കൺമുന്നിൽ നടന്നത്. ഇനി മുന്നോട്ടുള്ള ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിൽ തന്നെയാണ്. ഹേമയുടെ ശരീരത്തിൽ കിടന്ന സ്വർണമെടുത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ പേടിയും തോന്നുന്നുണ്ട്. ഹേമ നിറഞ്ഞ കണ്ണുകളുമായി കൊതിയോടെ റിച്ചുവിനെ മതിവരാതെ നോക്കി നിന്നിട്ടും അവന്റെ കണ്ണുകൾക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല. മനസ്സിൽ മുഴുവൻ ചിന്തകൾ കൂടുകൂട്ടിയിരുന്നു. അപ്പോഴേക്കും നന്ദൻ ഇറങ്ങി വന്ന് 2 പേരോടുമായി പറഞ്ഞു, നീ ഇവളെ കൊണ്ടുപോയതിനു ശേഷം നാളെ എനിക്കൊരു പ്രശ്നമുണ്ടാകരുത്. ഞങ്ങൾ ഡൈവോഴ്സിന് കൊടുത്തെങ്കിലും ഇതുവരെ ബന്ധം പിരിഞ്ഞിട്ടില്ല. ഇനിയും അതിൻ്റെ നൂലാമാലകൾ കുറച്ചുകൂടിയുണ്ട്. എന്നിൽ നിന്ന് ഇവൾക്കും കുഞ്ഞിനും ഒന്നും കിട്ടാനില്ല. കാരണം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇവർ 2 പേരും എൻ്റെ ആരുമല്ല. പക്ഷേ എനിക്ക് വേണമെങ്കിൽ എന്നെ ചതിച്ചതിനും മാനനഷ്ടത്തിനും ഇവളുടെ കയ്യിൽ നിന്നും കോടതി വഴി നല്ലൊരു തുക വാങ്ങിക്കാം. എനിക്ക് പക്ഷേ അതൊന്നും വേണ്ട. ഒരു തെളിവിനായി നിന്റെ കാമുകയെയും നിങ്ങളുടെ കുഞ്ഞിനെയും നീ കൊണ്ടുപോകുകയാണെന്നും ഹേമ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വരികയാണെന്നും നിങ്ങൾ 2 പേരും ഒരുമിച്ച് പറയുന്നൊരു വീഡിയോ എനിക്ക് വേണം. പിന്നെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ടും തരണം.
ഈ വീട്ടിൽ നിന്ന് നീ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോകുമ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായി നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് എഴുതിത്തരണം. നാളെ ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടായാലും അതൊന്നും യാതൊരു കാരണവശാലും എന്നെ ബാധിക്കാൻ പാടില്ല. റിച്ചുവിന് ആകെ അസ്വസ്ഥത തോന്നിയെങ്കിലും അവന്റെ ആവശ്യങ്ങളെല്ലാം ന്യായമാണെന്ന് തോന്നിയപ്പോൾ നന്ദൻ പറഞ്ഞതുപോലെ രണ്ടുപേരും ചെയ്തു. എല്ലാം ചെയ്തതിനു ശേഷം ഹേമ അകത്തേക്ക് കയറാൻ പോയപ്പോൾ നന്ദൻ പറഞ്ഞു, ഹേമ ഇനി അകത്തേക്ക് കയറണ്ട. നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും ഇവിടെ അവസാനിച്ചു. ബാക്കി ഇനി കോടതിയിൽ വെച്ച് അവസാനിപ്പിക്കാം. എനിക്കെന്റെ മോളെ എടുക്കണം, അവൾ ഉറങ്ങുകയാണ്. മോളെ ഞാൻ എടുത്തു തരാം, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നാൽ മതി. അതും പറഞ്ഞ് അവർക്ക് മുന്നിൽ വാതിലടച്ചിട്ടാണ് നന്ദഗോപൻ അകത്തേക്ക് നടന്നത്. റിച്ചുവും ഹേമയും പരസ്പരം സംസാരിക്കാതെ നന്ദഗോപൻ പോയ വഴിയെ നോക്കി നിന്നു. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ നെറ്റിയിലും മുഖത്തും മീശ കൊള്ളാതെ മുത്തം കൊടുക്കുമ്പോൾ എത്ര നിയന്ത്രിച്ചിട്ടും നന്ദഗോപന്റെ കണ്ണുകൾ പെയ്തു തുടങ്ങി. മനസ്സിനെ നിയന്ത്രിച്ചു കണ്ണു തുടച്ചിട്ട് ഹേമ ഒരുക്കി വെച്ചിരുന്ന ബാഗുമെടുത്ത് ഒരു കൈയിൽ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ നെഞ്ചുപൊടിയുന്ന വേദനയോടെ ആ കാഴ്ച നോക്കി അമ്മയും അച്ഛനും സഹോദരങ്ങളും നിൽക്കുന്നത് കണ്ടിട്ടും കാണാത്തതുപോലെ നന്ദൻ മുന്നോട്ട് നടന്നു. വാതിൽ തുറന്ന് ബാഗ് താഴെ വെച്ചതിനു ശേഷം നന്ദൻ കുഞ്ഞിനെ റിച്ചുവിന് നേരെ നീട്ടിയതും അവൻ രണ്ട് കൈയും നീട്ടി കുഞ്ഞിനെ വാങ്ങി മതിവരാതെ ഉമ്മ കൊടുത്തു. റോസുമോള് ചെറുതായി ചിണുങ്ങിയപ്പോൾ നന്ദൻ പറഞ്ഞു, കുഞ്ഞുണരുന്നതിന് മുന്നേ നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. നന്ദനോട് പറയാൻ വാക്കുകളൊന്നുമില്ലാതെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് റിച്ചു മുന്നേ ഇറങ്ങിയപ്പോൾ കുഞ്ഞിനെ തല നിവർത്താതെ അവന്റെ പുറകെ ബാഗുമെടുത്ത് ഹേമയും ആ വീടിന്റെ പടി എന്നേക്കുമായി ഇറങ്ങി. ഗേറ്റ് കടന്ന് ടാക്സി കാറിൽ അവർ കയറി പോകുന്നത് നോക്കി നിന്നിട്ടാണ് നന്ദൻ അകത്തേക്ക് കയറിയത്. 3.5 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിച്ചിരിക്കുന്നു. നന്ദന്റെ ചുണ്ടിന്റെ കോണിൽ ആത്മനിന്ദയോടെ പുച്ഛത്തിലൊരു ചിരി വിരിഞ്ഞു. നിശബ്ദമായ യാത്രയ്ക്കൊടുവിൽ റിച്ചു പറഞ്ഞു, നമ്മുടെ കാര്യം എന്റെ വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും അതൊക്കെ തരണം ചെയ്യാനുള്ള മനസ്സ് നിനക്കുണ്ടാകണം. യാന്ത്രികമായി തലയാട്ടുമ്പോഴും ഫോണിൽ കൂടിയുള്ള സംസാരവും സ്നേഹപ്രകടനങ്ങളും നേരിൽ കണ്ടിട്ട് ഇതുവരെ റിച്ചുവിൽ നിന്നുണ്ടായിരുന്നില്ലെന്നത് അവളെ അത്രയേറെ വേദനിപ്പിച്ചിരുന്നു. യാത്രയ്ക്കൊടുവിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെ ഒരു കോളനിയിലേക്ക് കാറ് കടന്നതും അവളുടെ ഉള്ളം ചെറുതായി പിടയ്ക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ പിടപ്പിന്റെ ആക്കം കൂട്ടാനായി വഴിയോരത്ത് കാറ് നിർത്തിയിട്ട് കാറുകൂലി കൊടുത്തിട്ട് റിച്ചു പറഞ്ഞു, ഇനി അങ്ങോട്ട് കാറ് പോകില്ല, ഇടവഴിയിൽ കൂടി നടന്നു പോകണം. അതിനും തലയാട്ടി ബൊമ്മയെ പോലെ അവന്റെ കൂടെ നടക്കുമ്പോൾ ഷീറ്റും പലകയും ഓലയും കൂടി ചേർന്ന ചെറിയൊരു വീടിനു മുന്നിലെത്തിയതും ഇതാണ് വീടെന്ന് അവൻ പറയുമ്പോഴേക്കും അകത്തുനിന്നും മുറ്റത്തേക്ക് തെറിച്ചു വീണ ചോറും പാത്രത്തിനുമൊപ്പം ഉച്ചത്തിലുള്ള പച്ചത്തെറിയും കേട്ടു തുടങ്ങിയിരുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.